വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറി മാറി ഭരിക്കുന്ന പാർട്ടി ഏതായിട്ട് ഭരിക്കുന്നവര് വരും. ഇതിന്റെ പേരും പറഞ്ഞ് കുറെ പായല് വാരി ഓരോരോ വീടിന്റെ ഫ്രണ്ടിൽ അവിടെ എല്ലാം കാണാം. വീടിന്റെ ഫ്രണ്ടിലും എല്ലാം വെച്ചിട്ട് വർഷങ്ങൾ കൊണ്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതല്ല. ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല ഇതിന്. വള്ളക്കടവ് മുതൽ അറ്റം വരെയുള്ള എല്ലാ വീടിന്റെയും മാളവ് താവങ്കൂർ അനന്ത ഹോസ്പിറ്റൽ മുതലായ മൊത്തം വീടിന്റെയും എല്ലാം ബാത്റൂമിന്റെ വേസ്റ്റുകളെല്ലാം ഡയറക്റ്റ് ഇതിലാണ് കൊടുത്തത്. നമസ്കാരം. തിരുവനന്തപുരത്ത് ഏറ്റവും വൃത്തിയുള്ള നഗരമാണ്, നഗരസഭയാണ് എന്നൊക്കെയാണ് മേയർ ആയിട്ട് ആര്യ രാജേന്ദ്രൻ ഭരണം ഉറപ്പിച്ച സമയത്തൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ അധികാരത്തിൽ നിന്നിറങ്ങുന്നു. പുതിയ മേയറായിട്ട് വി രാജേഷ് അധികാരത്തിലേറുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചിത്രം നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതായത് ഇവിടെ ഒരു ഫ്ലെക്സ് ഉണ്ട്. അതായത് നോക്കിയാൽ കാണാം, ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്, ശിക്ഷാർഹമാണ്, ക്യാമറ നിരീക്ഷണത്തിലാണ് എന്നുള്ളത്. ഈ പറഞ്ഞ അതേ സ്ഥലത്ത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു ബോർഡിന്റെ അർത്ഥം എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാകും. അതായത് മലയാളികൾക്ക് എന്ത് നിർദ്ദേശം കിട്ടിയിട്ടും കാര്യമില്ല എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രമാത്രം വൃത്തിഹീനമായിട്ടുള്ള രീതിയിലേക്ക് ഇത്തരത്തിൽ ജലാശയങ്ങൾ തിരുവനന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വൃത്തിഹീനമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ നമ്മളോട് പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, രാത്രിയിൽ ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ച് എറിയുന്ന ഒരു സാഹചര്യം. നമുക്കത് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇവിടെ ഒരു ബോർഡ്, അതായത് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, ഏറ്റവും വൃത്തിയായി കൊണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡ്, പക്ഷെ എന്താണ് ഇവിടുത്തെ അവസ്ഥ? വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറി മാറി ഭരിക്കുന്ന പാർട്ടി ഏതായിട്ട് ഭരിക്കുന്നവര് വരും. ഇതിന്റെ പേരും പറഞ്ഞ് കുറെ പായല് വാരി ഓരോരോ വീടിന്റെ ഫ്രണ്ടിൽ അവിടെ എല്ലാം കാണാം. വീടിന്റെ ഫ്രണ്ടിലും എല്ലാം വെച്ചിട്ട് വർഷങ്ങൾ കൊണ്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതല്ല. ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല ഇതിന്. പോകുന്ന നാട്ടുകാർക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ. ഭയങ്കര ദുർഗന്ധവും. അതായത് ഈ വള്ളക്കടവ് മുതൽ ഉള്ള എല്ലാ സ്ഥലത്തെയും കോഴി വേസ്റ്റുകൾ മെയിനായിട്ട് ഇതാണ്. കോഴി വേസ്റ്റ് മെയിനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇടയാണ് ഈ ആറ്റിൽ. അതായത് ഈ ഒരു ജലാശയത്തിന് എന്താണ് പേര് പറയുന്നത്? പാർവതി പുത്തനാറ്. പാർവതി പുത്തനാറ് അതിന്റെ ബാക്കി ഒരു ഭാഗമാണ്. ഭാഗമല്ല, പാർവതി പുത്തനാറാണ്. ഇത് നേരെ ചെന്ന് നമ്മളെ കടലിലാണ് ജോയിന്റ് ആവുന്നത്. വേളിയിലാണ് ജോയിന്റ് ആവുന്നത്. അപ്പൊ ഈ പോകുന്ന വേസ്റ്റുകളെല്ലാം നേരെ കടലിലാണ് പോകുന്നത്. വേസ്റ്റ് കറുത്ത വെള്ളമാണ് ഈ കാണുന്നത്. അതേ വെള്ളം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കിടന്ന് ഇതാവുന്നതാണ്. പിന്നെ വള്ളക്കട നിന്ന് ഉള്ള മൊത്തം കോഴി വേസ്റ്റാണ് ഇവിടെ വരുന്നത് മൊത്തം. അതായത് ചാക്കണക്കിന് ആണ് വരുന്നത്. ഈ നഗരസഭയുടെ ബോർഡാണല്ലോ ഇത്. ഇവിടെ ക്യാമറ ഉണ്ടെന്ന് പറയുന്നു. ഈ പ്രദേശത്തൊന്നും ക്യാമറ കാണുന്നില്ല. ഇത് വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം കുറെ കാലമായിട്ട് വെച്ചേക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് ആ ഒരു പ്രവർത്തനമില്ല. ഇത് നമുക്ക് ഏറ്റവും വലിയ അറിവെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ കോഴി വേസ്റ്റ് ഇടുമ്പോൾ ഇത് നേരത്തെ കഴിഞ്ഞ മാസം ഇവിടെ കെട്ടിക്കിടക്കുകയായിരുന്നു. ഞങ്ങൾ ഇതിനൊക്കെ റിപ്പോർട്ടർ ചാനലിൽ അവരെ വിളിച്ച് അവർ വന്ന് ഇതെനിക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ നിന്ന് കുറെ പാവം ഭാര്യ വൃത്തിയാക്കിയത്. അതിനുശേഷം ഇപ്പൊ ഇത് ഒലിച്ചു പോകാനുള്ള മാർഗ്ഗമില്ല. ഈ ചാക്ക് കഴിഞ്ഞ് അങ്ങോട്ട് ഇത് പായലൊക്കെ പിടിച്ചങ്ങനെ കിടക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണ്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇത് തന്നെ ചെയ്യണം. ഇതായത് ഈ സൈഡിലുള്ളയും മൊത്തം വള്ളക്കടവ് മുതൽ അറ്റം വരെയുള്ള എല്ലാ വീടിന്റെയും മാളവ് താവങ്കൂർ അനന്ത ഹോസ്പിറ്റൽ മുതലായ മൊത്തം വീടിന്റെയും എല്ലാം ബാത്റൂമിന്റെ വേസ്റ്റുകളെല്ലാം ഡയറക്റ്റ് ഇതിലാണ് കൊടുത്തത്. പറഞ്ഞാൽ ഇതെല്ലാം ഒരുപാട് കൊച്ചുമക്കളൊക്കെ പോണ വഴിയും ഇതെല്ലാം മാറ്റം നമ്മളെ മക്കൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഇപ്പോ ഇതുവരെ ഉണ്ടായിരുന്ന ഭരണമല്ല ഈ പുതിയ നഗരസഭ, പുതിയൊരു ഭരണകൂടമൊക്കെ വരുമ്പോ എങ്ങനെയാണ് പ്രതീക്ഷ? ഇത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ ഒരു നടപടി ഉണ്ടാവും തോന്നുന്നുണ്ടോ? അതോ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും. അതിന് ഒരു മാറ്റമില്ല. തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും. നല്ലൊരു ഭരണമായിരിക്കും കാഴ്ചവെക്കേണ്ടത്. അതിപ്പോ ഏത് പാർട്ടിയാണെങ്കിലും, BJP ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും ഭരിക്കുന്നത് നല്ല രീതിയിൽ ഭരണം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കും. അതിനുവേണ്ടി ജനങ്ങളും സഹകരിക്കും. എന്ത് കാര്യം ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചിരുന്നോ? ഒരുപാട് പ്രാവശ്യം ഒന്നുമില്ല. ഇത് തന്നെ ഞാൻ പറഞ്ഞ വരും, വേസ്റ്റ് വാരി വയ്ക്കും. അതില് കോടിക്കണക്കിന് രൂപ അവര് സമ്പാദിക്കും. അതില് മൊത്തം ഇതുപോലെ അവര് കാശും കൊണ്ടങ്ങ് പോകും. നമ്മളെ ഇതിന്റെ മാലിന്റെ നേരെ അടിച്ച് വലിയ ഓട ഇതിനകത്താണ് പോകുന്നത്. അത് സ്വകാര്യ സ്ഥാപനത്തിലുള്ള സാധനം അവിടെ നിക്ഷേപിക്കേണ്ടതാണ്. ഏത്
എന്തുണ്ടെങ്കിലും അവിടെ നിക്ഷേപിക്കേണ്ട. ഇത് മാസങ്ങളാകുമ്പം ഈ ഇതിനകത്തുള്ള ബാത്റൂമിന്റെ മൊത്തം ഇതിനോട്ട് വിടുകയും, അതായത് ഷട്ടർ പോലെ സാധനമുണ്ട്, തുറന്നങ്ങ് വിട്ടു കൊടുക്കുകയും. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. ഇതൊക്കെ നിങ്ങളെ പോലുള്ള റിപ്പോർട്ട് ചാനൽ കൊണ്ടുവന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യം. ഒരു മാറ്റം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന് മുൻപ് ഉണ്ടായിരുന്ന നടപടികളിലൊക്കെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിരുന്നോ? മാറ്റം ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ മേയർക്ക് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നത്. അതായത് തിരുവനന്തപുരം സിറ്റിക്കകത്ത് എവിടെയൊക്കെ എന്തൊക്കെയാണ് പ്രോബ്ലം എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മേയറിനൊരു കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തിരുവനന്തപുരത്തുകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേരുണ്ട്, ജോയി എന്ന് പറയുന്നത്. ആ മെഴഞ്ചാൻ മരിച്ചൊരു ഇതല്ല, പക്ഷെ ഒരുപക്ഷെ ഇതേ സാഹചര്യം തന്നെയായിരുന്നു. അപ്പോ അത് അങ്ങനെ ഒരു ഉദാഹരണം പോലും ഉണ്ടായിട്ട് വീണ്ടും സമാന രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ. ഏകദേശം ഒരു 30 വർഷത്തിനകത്ത് വെച്ചാണ് ഇങ്ങനെ ആയത്. ഞങ്ങളൊക്കെ കൊച്ചും പ്രായത്തില് സ്കൂളിൽ പോയിട്ട് വരുമ്പോ ഇതിനകത്ത് ചാടയും കളിച്ച് കൃത്യമായി കാണാം. ഒരു 30 വർഷത്തിന് ഇപ്പുറം വെച്ചാണ് ഇതിങ്ങനെ വ്യവസ്ഥ. അത് കൂടുതൽ ഈ ഇറച്ചി വെട്ടുന്ന അവര് ഈ വേസ്റ്റ് കൊണ്ടിരുന്നതാണ് ഏറ്റവും വലിയത്. ചാക്ക് കണക്കിന് അങ്ങ് ഇട്ടുക. അതാണ് ഈ കിടന്ന് ഈ കറുത്ത് കളിച്ച് കിടക്കുന്നത്. കഴിഞ്ഞ ഇതിൽ കാണുമായിരുന്നു എല്ലാം മറ്റേ നീല കവറിനകത്ത് കെട്ടി മുകളിൽ ഇത് വന്ന് മേളിൽ കിടക്കും. അപ്പൊ കാക്കയും കൊക്കൊക്കെ വന്ന് കൊത്തി കയറി വലിച്ച് ഭയങ്കര നാറ്റം കാരണമാണ് ഞങ്ങൾ റിപ്പോർട്ട് ചാനൽ വീതിയുള്ള ഓടയാണ് ഈ മാളിൽ നിന്ന് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പം എന്തുമാത്രം വേസ്റ്റാണ് ഇതിനകത്ത് പോകുന്നത്. ഈ മാളിൽ ഇത്രയും സ്റ്റാഫ് തന്നെ 100-300 സ്റ്റാഫിന് മുകളിലുണ്ട്. പിന്നെ പോരാത്തണ്ട് അവരെ മാനേജ്മെന്റ്, പിന്നെ ഈ വരുന്ന കസ്റ്റമർ മൊത്തം യൂറിൻ പാസ് ചെയ്യണതെല്ലാം ഇതിനകത്താണ് പോകുന്നത്. അപ്പൊ ഇത് നിങ്ങളെ പോലുള്ള ചാനലുകാർ ഇത് ശക്തമായിട്ട് റിപ്പോർട്ട് ചെയ്ത് ഇതിന് ഈ പാർവതി പുത്രനാണ് ഒരു നല്ലൊരു മോചനം. അതായത് തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് വരുന്നത് ഈ പാർവതി പുത്തനാറിന്റെ ഒരു പുതുജീവൻ ഒന്നുകൂടെ വൃത്തിയാക്കി പുതിയ പണ്ടത്തതുപോലെ തന്നെ നീരൊഴുക്കുള്ള നല്ല വൃത്തിയുള്ള ഒരു ജലാശയമായിട്ട് മാറ്റണം എന്നുള്ളൊരു ആവശ്യമാണ്. തിരുവനന്തപുരം നഗരസഭയുടെ വികസനങ്ങളുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വി രാജേഷ് രംഗത്ത് വരുമ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് മാലിന്യ സംസ്കരണം അത് കൃത്യമായിട്ട് നടത്തണം എന്നുള്ള ഒരു ആശയം തന്നെയാണ്. ആ ഒരു ആശയത്തിലേക്ക് കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു സ്ഥലമായിട്ട് ഇത് മാറുന്നുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ കോർപ്പറേഷൻ നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ. പുതിയ ഭരണമാറ്റം അത് വലിയ നല്ല മാറ്റത്തിന് തന്നെയാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്.